ആഗ്രഹങ്ങൾ സാധിച്ചുതരും എന്നെഴുതിയ ഈ മെഷീനിലേക്ക് ഇവൻ കാശിട്ട് മുതിർന്ന ആളാകാൻ ആഗ്രഹിച്ചു. എന്നാലും ഇത് വെറുതെ ആളുകളെ പറ്റിക്കാൻ വെച്ചതാണെന്ന് ഇവൻ കരുതി. പക്ഷേ അടുത്ത ദിവസം രാവിലെ അവൻ 10 വയസ്സ് മൂത്ത ആളായി മാറി. അച്ഛന്റെ വസ്ത്രങ്ങളുമിട്ട് അവൻ മെഷീൻ ഇരുന്നിടത്തേക്ക് സൈക്കിളിൽ തിരികെ പോയെങ്കിലും അത് മാറ്റിയിരുന്നു. വീട്ടിലെത്തിയ അവന്റെ രൂപം കണ്ട അമ്മ പേടിച്ചു. അവന്റെ ജന്മദിനവും നവംബർ 3 പരീക്ഷാ മാർക്കും 61 പ്രിയപ്പെട്ട ബേസ്ബോൾ ടീമിന്റെ പേരും ഡ്യൂക്സ് പറഞ്ഞിട്ടും മകനെ തട്ടിയെടുക്കാൻ വന്നയാളാണെന്ന് കരുതി അമ്മ അവനെ ഇറക്കിവിട്ടു. തുടർന്ന് കൂട്ടുകാരൻ ബില്ലിയെ കണ്ടെങ്കിലും അവനും പേടിച്ചു. എന്നാൽ അവർക്ക് മാത്രം അറിയാവുന്ന പാട്ട് പാടിയപ്പോൾ ബില്ലി അവനെ തിരിച്ചറിഞ്ഞു. മെഷീൻ തിരഞ്ഞ് നഗരത്തിൽ അലഞ്ഞ അവർ ഡോർമാന്റെ നിർദ്ദേശപ്രകാരം കൺസ്യൂമർ അഫയേഴ്സിൽ പരാതി നൽകിയെങ്കിലും ഫലം വരാൻ 45 ദിവസമെടുക്കുമെന്നറിഞ്ഞ് ജോർജ് നിരാശനായി. ബില്ലിയുടെ ഉപദേശപ്രകാരം ഒരു ടോയ് കമ്പനിയിൽ അഭിമുഖത്തിന് പോയ ജോർജ് കളിപ്പാട്ടങ്ങളെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ഡാറ്റ എൻട്രി ജോലി നേടി. ആദ്യ മാസത്തെ ശമ്പളമായ $187 കൊണ്ട് സ്നാക്സ് വാങ്ങി തിന്നുമ്പോഴാണ് മുതിർന്നവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ പണമുള്ളതുകൊണ്ടാണ് അവർ ശാഠ്യം പിടിക്കാത്തതെന്ന് അവൻ മനസ്സിലാക്കുന്നത്. വാരാന്ത്യത്തിൽ കമ്പനിയിലെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുകയായിരുന്ന ജോർജിനോട് ചെയർമാൻ അഭിപ്രായം ചോദിക്കുകയും അവൻ അത് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഇരുവരും ചേർന്ന് വലിയ ഫ്ലോർ പിയാനോയിൽ ഈണം വായിച്ചതോടെ സന്തോഷനായ ചെയർമാൻ അവനെ ക്രിയേറ്റീവ് ഡയറക്ടറായി ഉയർത്തി. പുതിയ ഓഫീസും കളിപ്പാട്ടങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ജോലിയും കിട്ടിയ ജോർജിനെ കണ്ട് ബില്ലിക്കും ഇപ്പോൾ മുതിർന്ന ആളാകാൻ ആഗ്രഹം തോന്നുന്നു.